എല്ലാവർക്കും ബി-ദേവ് ട്രംപറ്റ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ 2 പാട്ട് പഠിച്ചു. അപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ പാട്ടാണ്. നമ്മൾ ഇപ്പോൾ ക്വിക്ക് മാർച്ച് പാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സോങ്സാണ് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. സിനിമ പാട്ടുകളുടെ പാട്ടും നോട്ടുകളും ഞാൻ ഉടനെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഓഗസ്റ്റ് 15 വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ പ്രിപ്പറേഷനായിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി ഇതിനെ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഓഗസ്റ്റ് 15 വേണ്ടി പാട്ടുകൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർ കൃത്യമായിട്ട് പഠിക്കുക. നാഷണൽ ആന്തം ഉൾപ്പെടെയുള്ള പാട്ടുകൾ നമ്മൾ ഈ വരും ദിവസങ്ങളിൽ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാട്ടിൻ്റെ പേര് ടൗൺ ഓഫ് മാർച്ച് എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ മാർച്ച് പാസിന് യൂസ് ചെയ്യുന്ന ഒരു പാട്ടാണ്. ഒരു സിമ്പിൾ പാട്ടാണ്. ഒരു 4 വരിക്കകത്ത് മാത്രം നോട്ടുള്ള ഒരു പാട്ട്. അപ്പോൾ നമുക്ക് ഈ പാട്ട് എങ്ങനെ വായിക്കാമെന്ന് ആദ്യം കേൾക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ചു. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ നോട്ട് പാടി കേൾപ്പിച്ചു തരാം. ഒരു 1 2 3 4 സ പാദ പാ മ ഗ പ സ. ഓക്കെ, ഇതിൽ ആദ്യത്തെ സാ എന്ന് പറയുന്നത് ടോപ്പ് സായാണ്. അപ്പം സ പാദ പാ മ ഗ പ സ. ഓക്കെ, നോക്കിക്കോളൂ. ഒന്നും കൂടി ശ്രദ്ധിച്ച് കേൾക്കുക. സ പാദ പാ മ ഗ പ സ. ഓക്കെ, അടുത്ത് അത് 2 തവണ വായിക്കുക. സ പാദ പാ മ ഗ പ സ. സ പാദ പാ മ ഗ പ സ. അടുത്ത് ദ ദ നി ദ മ. നോക്കിക്കോളൂ. ദ ദ നി ദ മ. ആ ദ ദ നി ചുണ്ട് ടൈറ്റ് ചെയ്ത് വായിച്ച ശേഷം ദ മ വരുമ്പോൾ ചുണ്ട് ലൂസ് ചെയ്ത് ദ മ അത്രയും താഴ്ത്തി വായിക്കുക. ഓക്കെ, അടുത്ത് ദ ദ നി ദ മ ദ ദ നി ദ ദ. അടുത്ത് നോക്കിക്കോളൂ. ആദ്യത്തെ ഇപ്പോൾ വായിച്ചതിന് ആദ്യത്തെ ബാദില് ദ ദ നി ദ മ. രണ്ടാമത്തെ ബാദില് ദ ദ നി ദ ദ. എടുത്തെടുത്ത് വായിക്കണേ. നോക്കിക്കോളൂ. അടുത്ത് പാരീസാനി പ പാദ പ. 2 ബാദിലുള്ള നോട്ടാണ് ഇപ്പം. ആദ്യത്തെ ബാദ് പാരീസാനി പാരീസാനി. രണ്ടാമത്തെ ഒക്ടേവിലെ ജി ആണ്. അപ്പോൾ അതിന്റെ കീ 1 ആണ്. നോക്കിക്കോളൂ. ചുണ്ട് നല്ല ടൈറ്റ് ചെയ്ത് ട്രംപറ്റ് അകത്തോട്ട് പ്രസ് ചെയ്ത് വായിക്കുക. പാരീസാനി. എന്നിട്ട് പ പാദ പ. ഒന്നുകൂടി പ പാദ പ. അടുത്ത് പദനി. അത് ഒരുമിച്ച് വായിക്കുക. പദനി സ പദനി സ. പതുക്കെ വായിച്ച പദനി സ. ഓക്കെ, എന്നിട്ട് വീണ്ടും ഒന്നേന്ന് വായിക്കുക. അപ്പോൾ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. ഞാൻ ഒന്നും കൂടി ശ്രദ്ധിക്കുക. പതുക്കെ വായിക്കാം. ഏറ്റവും പതുക്കെ ഓരോ നോട്ടായിട്ട് നിങ്ങൾക്ക് കീ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ.
ഓക്കെ, ഇത് മാർച്ച് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച പാട്ടുകളെല്ലാം 1 മിനിറ്റ് 2 മിനിറ്റിനകത്ത് മാത്രം വരുന്ന പാട്ട്, 1 മിനിറ്റ് പോലും തികച്ചു വരുന്ന പാട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെങ്ങനെയാണ് മാർച്ചിൽ വായിക്കുന്നതെന്ന്. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുന്നില്ല, ഒരു പാട്ട് 2 തവണ നമ്മൾ വായിച്ച് ബ്രേക്ക് ചെയ്യും, അതിനുശേഷം അടുത്ത പാട്ട് വായിച്ച് ഇതിങ്ങനെ റൊട്ടേഷനാണ് വായിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരം വായിക്കുന്ന പാട്ടുകളിൽ 2-3 പാട്ട് ഞാനിപ്പോൾ പഠിപ്പിച്ചു. മറൈൻ മാർച്ച് ഒരു പാട്ടാണ്, ബ്ലൂ ബെൽസ് ഓഫ് സ്കോട്ട്ലൻഡ് ഒരു പാട്ടാണ്, ഇപ്പോൾ നമ്മൾ പഠിച്ച പാട്ട് ടൗൺ ഓഫ് മാർച്ച്. ഇത്രയും പാട്ടുകൾ കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക. ഇത് നമുക്ക് എന്താണ് മറ്റ് പാട്ടുകൾ വായിക്കുന്നത്, ഇതെല്ലാം വായിച്ച് നിങ്ങൾ ക്ലിയർ ആകുമ്പോൾ നമുക്ക് മറ്റ് പാട്ടുകൾ വായിക്കുന്നതിന് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കൃത്യമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം. നമ്മുടെ യൂട്യൂബ് ചാനൽ ബീദേവ് ട്രംപറ്റ് ട്യൂട്ടോറിയൽസ് അത് നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടാം. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായിട്ട് ബീദേവ് ട്രംപറ്റ് ട്യൂട്ടോറിയൽസ് എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇടാം. എനിക്കിടുന്ന മെസ്സേജുകൾക്കെല്ലാം ഞാൻ കൃത്യമായിട്ട് റിപ്ലൈ നൽകുന്നതാണ്. നോട്ടുകൾ ചോദിക്കുന്നത് കൃത്യമായിട്ട് നോട്ടുകൾ നൽകുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം രാഗ ഓഫ് റിവഞ്ച് എന്നൊരു പാട്ട് നമ്മൾ വായിച്ച് അത് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് എല്ലാവരും നല്ലൊരു സഹകരണം ഉണ്ടായി. അപ്പോൾ അതിന് നോട്ട് ചോദിച്ചവർക്കെല്ലാം ഞാൻ കൃത്യമായിട്ട് നോട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ഈ 2 പാട്ടും ഇനിയുള്ളൊരു 2 പാട്ടും കൂടി പഠിച്ചതിന് ശേഷം ഈ രാഗ ഓഫ് റിവഞ്ചിൻ്റെ ഫുൾ വീഡിയോ എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുവരെ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം.